ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സ്നോ ബേബിക്ക് മുട്ട വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വണ്ടികൾ കാണാൻ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു അവനെ വണ്ടികളൊക്കെ കാണിച്ചു കൊടുത്തു. എപ്പോഴും പുറത്ത് കൊണ്ടുപോയി അവനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. വീട്ടിലെത്തിയിട്ട് ഞാൻ അവനെ ഉമ്മർത്ത് എത്തിയിട്ട് ഞാൻ അകത്തേക്ക് പോയിട്ടോ. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുട്ട വേവിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും കുക്കറിലാണ് വെക്കാറുള്ളത്. അതാവുമ്പോൾ 5 മിനിറ്റിൽ റെഡിയാവും. പിന്നെ അവനെ കുറേ നേരം നിർത്തിപ്പിക്കാൻ വേണ്ട. അവൻ അപ്പോഴേക്കും വിശന്ന് ഇത്തിരി തളർന്ന പോലെ ആയിട്ടോ. അങ്ങനെ കുക്കറിൽ നിന്ന് വിസിൽ കേൾക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ആവി കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എടുക്കും. കണ്ട തൊണ്ട് വരെ സെപ്പറേറ്റ് ആയി കിടക്കുന്നുണ്ട്. എത്ര പേര് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പാത്രം എടുത്ത് വെച്ചപ്പോഴേക്കും പുള്ളിക്കാരൻ അടുത്ത് വന്നിരുന്നു. പാത്രം വെച്ചിട്ട് ഞാൻ മുട്ട പൊളിച്ചിട്ട് കുറച്ച് നേരം ചൂടാറ്റും. അത് കഴിഞ്ഞാൽ ഇതാക്കും. ഈ തൊണ്ട് എന്തിനാ മാറ്റി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രികയ്ക്ക് മൂർച്ചയില്ലാത്തവർക്ക് ഈ മുട്ടയുടെ തൊണ്ട് എടുത്തിട്ട് ആ മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ടൊന്ന് വെട്ടി നിന്നാൽ മതി. അപ്പം മൂർച്ച വെച്ചോളൂ. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഫുഡൊക്കെ വെച്ച് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇനി വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്നോ ബേബിക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്നോ ബേബി ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണും വരെ ലവ് യു ആൻഡ് ബൈ.